അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പോണത് കോയമ്പത്തൂരേക്കാണ് പോണത്. കോ ഡ്രൈവറുണ്ട്, അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് പോണത്. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ നമ്മൾ തൽക്കാലം കൂടെ കയറി പോണത്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇന്ന് ഓട്ടോ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനപ്പോൾ അവൻ്റെ കൂടെ ഇന്ന് കോയമ്പത്തൂർ വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങളെല്ലാം ഈ വണ്ടി ഇടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് വേറൊരു വണ്ടിയിൽ നിന്ന് ഒരു സീല് മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സീല് മേടിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയേക്കണതാണ്. അപ്പോൾ അത് വേറൊരു വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ നിന്നാണ് സീൽ എടുക്കേണ്ടത്. ആ വണ്ടി ഇപ്പോൾ ഈ റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കണേ. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ ഇടാനുള്ള 2 സീല്, ഒരു ഡമ്മി സീലുണ്ട്. അപ്പോൾ ആ ഡമ്മി സീൽ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയാണ്. അപ്പോൾ അവൻ ലൈനിൽ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ 2 വണ്ടിയും അവിടെ ഇവിടെ നിർത്തി ഇപ്പോൾ സീല് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ രാവിലെ അവിടെ വണ്ടി കൊടുത്താൽ മതി. അത് പറ്റുമെങ്കിൽ ഇപ്പോൾ വാളയാർ അവിടെ അപ്പുറത്ത് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എടുത്ത് അങ്ങോട്ട് കമ്പനിയിലേക്ക് പോയാൽ മതി. സാധനം അതിൽ റൈറ്റ് സൈഡിൽ മൊത്തം സീനാണ്. പണ്ട് നമ്മളെ കമ്പനി വണ്ടി കൂടി വന്നിട്ട് ആ വണ്ടിയുടെ ടാഗും ഈ വണ്ടി ഫാസ്റ്റ് ടാഗും ഒന്നാണ്. അതുകൊണ്ട് ഒരു ടൈമിൽ അടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാത്ത സീൻ. ഒരു രക്ഷയില്ല. രണ്ട് വണ്ടി കൂടി ഒരു സമയത്ത് വന്നതുകൊണ്ട് 2 വണ്ടിയുടെ ഫാസ്റ്റാഗ് തമ്മിൽ ക്ലാഷായിട്ട് ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത സീനാണ്. അവന്മാർക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, പൈസ എടുക്കാൻ പറ്റുന്നില്ല. പോസ് ചെയ്ത് നിൽക്കണം, 2 വണ്ടി പോസ് ചെയ്ത് ഇവിടെ നിൽക്കണം. ഇപ്പോൾ രക്ഷയില്ലാത്ത സീനാണ്. അപ്പോൾ നമ്മൾ ടോളിലെ സീനൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അതാണ് സീൻ. ലെഫ്റ്റ് കൂടി ഓടിക്കാനാണ് പോലീസുകാരും അമ്മീഡിയൊക്കെ പറയുന്നത്. ഈ വാട്ടർ സൈഡൊക്കെ പുറകിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് പോകാം ലെഫ്റ്റ് കൂടി പോകുന്നത്. അപ്പോൾ രാത്രി കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് ഒതുക്കിയത് ഇവിടെയാണ്. അപ്പോൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലാണ് ഒതുക്കിയത്. അപ്പോൾ രാവിലെ സെക്യൂരിറ്റി വന്ന് വണ്ടിക്കിട്ട് അടിച്ച് നീപ്പിച്ച് വണ്ടി അകത്തേക്ക് കയറ്റാൻ വേണ്ടി പറഞ്ഞു. വണ്ടി അകത്തേക്ക് കൊണ്ടുപോകണം.
ഇപ്പോൾ നമ്മളോട് വണ്ടി അകത്തേക്ക് കയറ്റിയിടാൻ വേണ്ടി പറഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ അകത്ത് കയറ്റിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവരൊന്ന് കണ്ടെയ്നറൊക്കെ തുറന്ന് നോക്കി, കണ്ടെയ്നർ ക്ലീനാണ് അതൊക്കെ നോക്കിയിട്ട് അവർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് ലോഡ് കയറുന്ന സമയമാകുമ്പോൾ പറയും. അപ്പോൾ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ രാവിലെ അകത്തേക്ക് കയറിയത്. ഈ സുലൂർ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അരികിലാണ് നമ്മൾ സ്റ്റഫിങ്ങിന് വേണ്ടി വന്നേക്കുന്നത്. ഒരു ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, MNC ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. വണ്ടി ഇപ്പോൾ കൊടുക്കത്തെ വെയിലത്താണ്. അപ്പോൾ അതൊക്കെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വെയിലില്ലാത്തടത്തേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇരിക്കാൻ സുഖമുണ്ടാവും. ഒന്ന് ചെയ്തിട്ട് വണ്ടി ഒന്നിട്ട് മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് ഇപ്പോൾ രാവിലെ അകത്തേക്ക് കയറ്റിയതാണ്. ഇപ്പോഴാണ് ലോഡ് ചെയ്യാൻ വേണ്ടി വണ്ടി പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടുത്തെ ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറ്റി പിടിക്കണം. കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് തരണം. ഗോഡൗണിൻ്റെ അകത്തു നിന്നുള്ള ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെയാണ് വണ്ടി പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി ഇവിടെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പോഴാണ് ലോഡിങ് തുടങ്ങിയത്. 7 മണിയായിട്ടും ലോഡിങ്ങിൻ്റെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ 7:15, 7:04. ഇനിയിപ്പോൾ തീർന്നിട്ട് രാത്രി തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. ഈ അടുക്കി വെച്ചിരിക്കുന്ന ഗാർമെൻറ്റ്സിൻ്റെ പെട്ടികളാണ് മൊത്തം കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ലോഡ് കയറ്റേണ്ട ബാക്കിയുള്ള വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അത് വേറൊരു കമ്പനി പോയി ലോഡ് കയറ്റണമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് വേണ്ട, അവിടെ നിന്ന് വണ്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിയിലെ ലോഡും കൂടി എടുത്തിട്ട് നമ്മുടെ കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് പൂർത്തിയാവും. അപ്പോൾ ഇപ്പോൾ സമയം 8:10. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് തീർത്ത് പോകാൻ പറ്റുമായിരിക്കും. ആ വണ്ടി നേരെ റിവേഴ്സ് പിടിച്ചിട്ട് ഇതിനകത്തേക്ക് ലോഡ് കയറ്റിയാൽ മതി. അതായത് ഇതിൻ്റെ ലോഡിങ് ഇത്രമായിട്ടുണ്ട്. അപ്പോൾ 3/4 ലോഡും ഗോഡൗണിൻ്റെ അകത്ത് നിന്ന് തന്നെ കയറ്റി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് കയറ്റി കഴിയുമ്പോൾ കണ്ടെയ്നർ ഫില്ലാവും.
വണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്ന സീനാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നാണ് കമ്പനിലോട്ട് കയറിയത്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും വൈകിട്ട് തിരിച്ചാലേ ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ മുട്ടാണ്ട് വണ്ടി തിരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ആ തിരിയണതിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബൈക്ക് വെച്ചിട്ട് ബ്ലോക്ക് ആയതാണ് ആ സീൻ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പതുക്കെ മൂവ് ചെയ്യാനുള്ള ടൈം. ആ 9 മണിയായപ്പോൾ തന്നെ ലോഡിങ് കഴിഞ്ഞ്. ഇനി പതുക്കെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഇത് വൺ വേ കയറി പോകാനേ പറ്റുള്ളൂ. കാരണം ആ വണ്ടി അവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വേണം ഫ്ലൈ ഓവറിൻ്റെ ലെഫ്റ്റിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്യാൻ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഈ ഓപ്പോസിറ്റ് റോട്ടിൽ കൂടി കയറി റോങ് കയറി തന്നെ പോയാലേ മെയിൻ റോഡിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് വിട്ടിട്ട് പിന്നെ വേറെ സ്ഥലത്ത് നിർത്തിയില്ല. അത് ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ അവിടെ കൊണ്ട് നിർത്തി ഫുഡ് അടിക്കാൻ വേണ്ടി നിർത്തിയേക്കണം. ഇനിയിപ്പോൾ ഫുഡ് അടിച്ചിട്ട് പതിക്കാനായിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ പാലേക്കര ടോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ കൊണ്ടിട്ട് വണ്ടി കൊണ്ട് വല്ലാർപാടത്ത് MIയുടെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേണം പോകാനായിട്ട്. കാരണം നാളെ ഇതിൻ്റെ ലോഡൊക്കെ ഇറക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ആവുള്ളൂ.